ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും പുതിയൊരു ന്യൂ ഇയറിൽ പുതിയൊരു സ്റ്റഡി പ്ലാനും ടൈം ടേബിളും വെച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബാങ്കിങ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എന്തായാലും പഠിച്ച് വെച്ചിട്ട് പരീക്ഷിക്ക് പോകാൻ പാടുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും ഈ ബാങ്ക് റെഗുലേഷൻസ് ആക്ടിന്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ ആദ്യം തന്നെ പറയാനുള്ള ഫസ്റ്റ് തന്നെ ഉള്ളത് ആക്ട് 10 ഓഫ് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഡീൽസ് ചെയ്യുന്നത്. 1949 ബാങ്ക് കമ്പനീസ് ആക്ട് 1949 ആക്ട് 10 ആണ് എന്ത് ബാങ്ക് റെഗുലേഷൻസ് ആക്ടിനെ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഇതിൽ 56 സെക്ഷൻസ് ഉള്ളത്, 56 സെക്ഷൻസ് ആണ് ടോട്ടലി ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിലുള്ളത്. അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 55 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. അത് സെക്ഷൻ 56 വന്നത് 1965 1965 എന്ത് ഇത് 56 അതായത് 56ാമത്തെ സെക്ഷൻ വന്നത്. അതേപോലെ ബാങ്ക് റെഗുലേഷൻസ് ആക്ട് വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആക്ട് ഈസ് എ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ റെഗുലേറ്റ് ഓൾ ബാങ്കിങ് ഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് ഫോംസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൽ വന്നത്. അതിൽ കുറച്ച് ബാങ്കുകൾ ബാങ്ക് റെഗുലേഷൻസ് ആക്ടിൽ ഇല്ലാത്ത ബാങ്കുകളുണ്ട്. അത് ഒന്ന് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും കോഓപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്കും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും. ഇങ്ങനത്തെ 2-3 ബാങ്കുകളാണ് എന്ത് ഈ ബാങ്ക് റെഗുലേഷൻസ് ആക്ടിൽ അപ്ലൈ ആവാത്ത ബാങ്ക്. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും എന്തുണ്ടാവും ബാങ്ക് റെഗുലേഷൻസ് ആക്ടിൽ ചൂസ് ചെയ്ത ബാങ്കുകളാണ്, സെലക്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകളാണ്. ഈ കാറ്റഗറൈസ് ചെയ്ത 3 ബാങ്കുകൾ ഒഴികെ ബാക്കി എല്ലാ ബാങ്കുകളും എന്താണ് ബാങ്ക് റെഗുലേഷൻസ് ആക്ടിൽ ലിസ്റ്റിലുള്ള ബാങ്കുകളാണ്. ഈ ആക്ട് നിലവിൽ വന്നത് 10/3/1949 10th March 1949 ആക്ട് വന്നത്. കെയിം ടു ഫോഴ്സ് അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 16/3/1949. അപ്പോൾ നമ്മൾ 2 ആക്ട് പാസ്സായത് എന്നാന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം. ആക്ട് കെയിം ടു ഫോഴ്സ്, കൂടുതലും കെയിം ടു ഫോഴ്സ് ആണ് എക്സാമിന് ചോദിക്കുക. അത് 16/3/1949. പിന്നെ ഇതിൽ ചിന്തിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ബാങ്ക് കമ്പനീസ് ആക്ട് ചേഞ്ച് ചെയ്ത് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് ആയതെന്നാണെന്നാണ്. അത് 1966 March 1 അതായത് 1/3/1966 എന്ത് ഇത് ബാങ്ക് കമ്പനീസ് ആക്ട് എന്ത് ചെയ്തു ബാങ്ക് റെഗുലേഷൻസ് ആക്ട് ആയി മാറിയത്. പിന്നെ ബാങ്ക് റെഗുലേഷൻസ് ആക്ട് ജമ്മു കാശ്മീരിൽ അപ്ലിക്കബിൾ ആയത് 1956. അതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി പറയാൻ പോകുന്നത് സെക്ഷൻസുകളാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ സെക്ഷൻ 5 ആണ് സ്റ്റാർട്ടിങ്. 5 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. 2-3 സബ്ബായിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസ് ഞാൻ പറയാം. ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതെന്താണെന്ന് മാത്രം പറഞ്ഞുതരാം. സെക്ഷൻ 5 സബ്സെക്ഷൻ എ പ്രകാരം അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണ്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ വർഷം കാലാനുസൃതമായിട്ട് സെക്യൂരിറ്റീസായിട്ട് ഷെയറിൻ്റെയും ബോണ്ടിനായിട്ടും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഓരോ വർഷം അതിൻ്റെ ഇതിൽ ടൈം ലിമിറ്റിൽ പുറത്തേക്ക് വിടും. അതിനാണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ എ പ്രകാരം എന്താണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ ബി. സെക്ഷൻ 5 സബ്സെക്ഷൻ സി പ്രകാരം ബാങ്കിങ് കമ്പനിയാണ്. ഒരു ബാങ്കിങ് കമ്പനി എങ്ങനെയാണ്, ഒരു ബാങ്ക് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് ബാങ്കിങ് കമ്പനി. സെക്ഷൻ 5 സബ്സെക്ഷൻ സി പ്രകാരം വരുന്നത്. ഈ സെക്ഷൻ 5 സബ്സെക്ഷൻ എഫ് ഉണ്ട്. അതാണ് ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റീസ്. ഒരു ബാങ്കിൻ്റെ ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന സംഭവമാണ് ഡിമാൻഡ് ലയബിലിറ്റീസ്. ഡിമാൻഡ് ആയിട്ടുള്ള രീതിയിൽ ലയബിലിറ്റി എസ് ബി അക്കൗണ്ട് കസ്റ്റമർ ഡിമാൻഡാണ്. എപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അതാണ്. അല്ലെങ്കിൽ എപ്പോഴാണ് അവർ റിക്വയർമെൻറ്റ്, എപ്പോഴാണ് ക്യാഷിന് റിക്വയർമെൻറ്റ് വരുമ്പോൾ ചെയ്യുക, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അപ്പോൾ ആ സംഭവം ചെയ്യുമ്പോൾ അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ലയബിലിറ്റീസ് ആണ്. അതേപോലെ ടേം ലയബിലിറ്റി പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ടേം ലയബിലിറ്റി ഒരു പർട്ടിക്കുലർ ഇയറിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ടൈമിലാണ് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് ടേം ലയബിലിറ്റി. അപ്പോൾ സെക്ഷൻ 5 സബ്സെക്ഷൻ എഫ് പ്രകാരം എന്താണ് ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റി. അപ്പോൾ സെക്ഷൻ 5 എന്ന് പറയുന്ന ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ എ പ്രകാരം അപ്രൂവ്ഡ് സെക്യൂരിറ്റീസും സെക്ഷൻ 5 സബ്സെക്ഷൻ ബി പ്രകാരം ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷനും സെക്ഷൻ 5 സബ്സെക്ഷൻ സി പ്രകാരം ബാങ്കിങ് കമ്പനി അതായത് ഡൂയിങ് ബാങ്ക് ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ എഫ് പ്രകാരം ഡിമാൻഡ് ആൻഡ് ടേം ലയബിലിറ്റീസും. ഇത്രയും ഡെഫിനിഷനിലെ ഈ 4 പോർട്ട്ഫോളിയോ എന്തായാലും നിങ്ങൾ ഡെഫിനിഷൻ അല്ല പഠിച്ചു വെക്കേണ്ടത്, അത് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സെക്ഷൻസിലോട്ട് പോവാം. സെക്ഷൻ 5 ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ഇനി സെക്ഷൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആർ ആക്ടിൽ
ഫോംസ് ഓഫ് ബിസിനസ് ആണ്. അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ബാങ്കിന് ചെയ്യാം, ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, ലോൺ കൊടുക്കാം, അതെന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ബാങ്കുകൾ ചെയ്യേണ്ടത് എന്നുള്ള ഉദ്ദേശിക്കുന്ന സെക്ഷനാണ്. സെക്ഷൻ 6 ബാങ്കിൻ്റെ ആക്ടിവിറ്റീസും ഫോംസ് ഓഫ് ബിസിനസ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 8 പ്രകാരം വരുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് എനി BR ആക്ട്. ട്രേഡിംഗ് ആണ്. അതായത് ബാങ്കിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രേഡിംഗ്, ഒരു കച്ചവട സംബന്ധമായുള്ള ഒരു സാധനം പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ബാങ്കിന് പ്രൊഹിബിഷൻ, അതായത് റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ രീതിയിൽ അവർക്ക് ബാങ്കിങ്ങിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതായത് കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ, ഒരു കച്ചവട സംബന്ധമായുള്ള ഒരു ആക്ടിവിറ്റിയിലും ബാങ്കിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന് സർട്ടൻ റെസ്ട്രിക്ഷൻസ് BR ആക്ട് പ്രകാരം കൊടുത്തിട്ടുണ്ട്. അത് ഡീൽസ് വിത്ത് ചെയ്യുന്ന സെക്ഷനാണ് എന്ത്, സെക്ഷൻ 8 പ്രകാരം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള സെക്ഷൻസുകളൊക്കെ ഉണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. ഈ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റേതല്ലാത്ത അസറ്റുകൾ, നോൺ ബാങ്കിങ് അസറ്റുകൾ, വല്ല ലോൺ, ഏതെങ്കിലും കസ്റ്റമർ ലോൺ അടയ്ക്കാതെ പെൻഡിങ് ആയിട്ട് ലാൻഡ് അക്വയറി അങ്ങനത്തെ എന്തെങ്കിലും അസറ്റുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്യേണ്ട കാലാവധിയും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയറിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 9. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റിൻ്റെ കാലാവധി പറഞ്ഞാൽ 7 വർഷമാണ്. 7 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഡിസ്പോസൽ ചെയ്തിരിക്കണം. ആ നോൺ ബാങ്കിങ് അസറ്റ് എന്ത് ചെയ്യണം, ബാങ്ക് ഡിസ്പോസൽ ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ 9 പ്രകാരം പറയുന്നത്. ഈ സെക്ഷൻ 12A പ്രകാരം എലക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. സെക്ഷൻ 12B എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ് ആണ്. ഒരു വോട്ടിംഗ് എലക്ഷൻ ഓഫ് ഡയറക്ടറാണ് സെക്ഷൻ 12A പ്രകാരം വരുന്നത്. 12B പ്രകാരം റെസ്ട്രിക്ഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്, അവർക്ക് കൊടുക്കുന്ന വോട്ടിംഗ് റൈറ്റ് റെസ്ട്രിക്ഷനും കാര്യങ്ങളാണ്. അപ്പോൾ 12Aയും 12B സിമിലർ ആയിട്ടുള്ളതാണ്. ഇലക്ഷനാണെന്ന് ഒന്ന് റെസ്ട്രിക്ഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ് ആണ്. ഈ സെക്ഷൻ 15 എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആണ്. ഈ ആക്ട് പ്രകാരം സർട്ടൻ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ബാങ്ക് കമ്പനി കൊടുക്കുമ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ്, 2 റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതിലെന്താ വെച്ചാൽ അവരെല്ലാ ഷെയർസിൻ്റെയും ക്യാപിറ്റലൈസ് ചെയ്ത എക്സ്പെൻസുകൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും അതിൻ്റെ ഡിപ്രിസിയേഷൻ ബാഡപ്റ്റ്, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിൻ്റെ ബാഡപ്റ്റിന് ഡിപ്രിസിയേഷനും റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അത് ഓഡിറ്റർ അപ്രൂവ് ചെയ്ത അതും ബാഡപ്റ്റും ഡിപ്രിസിയേഷനും അത് ബന്ധപ്പെട്ട ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ആണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഈ 2-3 എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതാണ് സെക്ഷൻ 15 പ്രകാരം റെസ്ട്രിക്ഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇനി 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ഫണ്ടാണ്. എല്ലാ ബാങ്കിങ് കമ്പനിയും എന്ത് ചെയ്യണം, ഇയർ എൻഡിലും നെറ്റ് പ്രോഫിറ്റിൻ്റെ പിയാനിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 20%, നോട്ട് ലെസ് ദാൻ 20% ട്രാൻസ്ഫർ ചെയ്യണം റിസർവ് ഫണ്ടായിട്ട്. എല്ലാ ബാങ്കുകളും ബാങ്കിങ് കമ്പനി എന്ത് ചെയ്യണം, റിസർവ് ഫണ്ടിലേക്ക് നോട്ട് ലെസ് ദാൻ 20% നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫണ്ട് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 17 പ്രകാരം പറയുന്നത്. സെക്ഷൻ 18 പറയുന്നത് CRR, ക്യാഷ് റിസർവ് ആണ് വരുന്നത്. ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെ പോലെ തന്നെ ഒരു CRR ബാങ്കിൽ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ CRR എത്ര വരുന്നത്, ആ CRR പോർട്ട്ഫോളിയോ എത്ര RBI പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്. സെക്ഷൻ 18 ക്യാഷ് റിസർവ്. സെക്ഷൻ 20 എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസിനും ലോൺസിനും കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഓഫ് ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസിന് കൊടുക്കുന്ന RBI കൊടുക്കുന്ന ലൈസൻസിനെ കുറിച്ചിട്ടാണ് എന്താണ് ലൈസൻസ് ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സെക്ഷൻ 22. 23 എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ബ്രാഞ്ചസിന് അപ്രൂവൽ കൊടുക്കണം. മറ്റേ ലൈസൻസ് കൊടുക്കുകയാണ്. മൊത്തം ബാങ്ക് ലൈസൻസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ബാങ്കിന് ഒരു ലൈസൻസ് കൊടുക്കുന്നതാണ് ടോട്ടൽ എല്ലാ. പിന്നെ സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്ലിറ്റാണ്. അതായത് ഓരോ ബ്രാഞ്ചസിനും അപ്രൂവൽ കൊടുക്കണം. ബ്രാഞ്ചുകൾ നമ്മൾ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് RBIയിലെ അപ്രൂവൽ കൊടുക്കണം. ഈ സെക്ഷൻ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ SLR ആണ് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് എന്ത് വരുന്നത്, 24 വരുന്നത്. SLR എന്ന് പറഞ്ഞാൽ എന്താണ്, SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലിമെൻ്ററി റിസർവ് ആണ്. അത് അവരെ ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യണം. അവരെ പെട്ടെന്ന് എമർജൻസി വരുന്ന ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്നെ കീപ്പ് ചെയ്യണം, അവർ ലോക്കറിനെ കീപ്പ് ചെയ്യണമെന്ന് SLR എന്ന് പറഞ്ഞാൽ. CRR എന്ന് പറഞ്ഞാൽ എന്താണ്, RBIയിലെ ഡെപ്പോ. അത് രണ്ടും നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കുക. RBIയിലെ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യുന്ന ഫണ്ടിനാണ് CRR എന്ന് പറയുന്നത്. SLR എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ തന്നെ നമ്മളതിൻ്റെ എമർജൻസി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ, അതായത് കസ്റ്റമർക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ബിഗ് എമൗണ്ട് റിക്വയർമെൻറ്റ് വരികയാണെന്ന് വെച്ചാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്കിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ കസ്റ്റമറുടെ സെക്യൂരിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി RBI റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു
പോർട്ട്ഫോളിയോ റേഷ്യോ ആണ് സെക്ഷൻ 24 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് SLR റേറ്റ്. ഈ സെക്ഷൻ 29 പ്രകാരം അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ കുറിച്ചും അക്കൗണ്ട്സിനെ കുറിച്ചും, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഡീൽസ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ബാങ്ക് റെഗുലേഷൻസ് ആക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 29 ആണ് വരുന്നത്. ഈ സെക്ഷൻ 30 എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനിയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 30 വരുന്നത്. സെക്ഷൻ 31 ആണ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിട്ടേൺസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യണം. സെക്ഷൻ 31 ആണ്. സെക്ഷൻ 35 എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഇൻ ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ്. ഓരോ ബാങ്ക് കമ്പനി ഇൻസ്പെക്ഷൻ നടത്താനുള്ള അതോറിറ്റി ആർക്കാണ്? RBI. RBI can inspect the books of accounts of at any time has its own motion or direction from the central government. സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവോട് കൂടിയോ അല്ലെങ്കിൽ RBI ബാങ്ക് കമ്പനി RBIയുടെ സ്വന്തം ഇൻസ്ട്രക്ഷൻ പ്രകാരം അല്ലെങ്കിൽ മോഷൻ പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കുകൾ അണ്ടർ ലിസ്റ്റിലുള്ള ബാങ്ക് റെഗുലേഷൻസ് ആക്ടിലെ അണ്ടർ ലിസ്റ്റിലുള്ള ബാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പെക്ഷൻ ചെയ്യാം. അതിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 35 ആണ്, ഇൻസ്പെക്ഷൻ ഓഫ് ബാങ്കിങ് കമ്പനി. സെക്ഷൻ 38 പറയുന്നത് വൈൻഡിങ് അപ്പ് ആണ്. ഒരു ബാങ്ക് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് അതാരുടെ നേതൃത്വത്തിലൂടെ നടക്കുക? ഹൈക്കോർട്ടാണ് ബാങ്ക് കമ്പനിയുടെ. High Court may an application of bank company which may be temporarily unable to meet the obligation to make an order of moratorium 6 month moratorium issue ചെയ്യും. ആ moratorium issue ചെയ്തതിന് ഭാഗമായിട്ടാണ് അവർ ബാങ്ക് കമ്പനി അണ്ടർ ദ ഗൈഡൻസ് അണ്ടർ ദ ഹെഡ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടിൻ്റെ വിധിയിലൂടെയാണ് എന്ത് ചെയ്യുക? ഒരു ബാങ്ക് കമ്പനി എന്ത് ചെയ്യുക? വൈൻഡ് അപ്പ് ചെയ്യുക. നെക്സ്റ്റ് 44 എന്ന് പറയാൻ വെച്ചാൽ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ബാങ്ക് കമ്പനികൾ ഒന്നിക്കുക, കൂടിച്ചേരുന്നതിനാണ് എന്ത്? അമാൽഗമേഷൻ എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 56 ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിന് അതിനെ ആഡ് ചെയ്തതിന് പ്രിവ്യൂ. കോപ്പറേറ്റീവ് ബാങ്ക് അണ്ടർ പെർവ്യൂ ഓഫ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് സെക്ഷൻ 56 പാർട്ട് 5 പ്രകാരമാണ് എന്താണ്? ബാങ്ക് റെഗുലേഷൻസ് ആക്ടിൽ ബാങ്ക് കമ്പനീസ് ആക്ട് 1966 വന്നു. ഈ ബാങ്ക് റെഗുലേഷൻസ് ആക്ട് ലാസ്റ്റ് അമെൻഡ് ചെയ്ത് 2017 ലാസ്റ്റ് അമെൻഡ് ചെയ്തത്. ബാങ്ക് റെഗുലേഷൻസ് ആക്ട് പ്രകാരം ഒരു ബാങ്കിങ് കമ്പനി ആകുമ്പോൾ നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 51% മേലെ എന്തുണ്ടാവും? ബാങ്കിങ് കമ്പനിയിൽ ബാങ്കിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് നോളജ് ഉള്ളവരും ബാങ്കിങ്ങിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് ബാങ്ക് റെഗുലേഷൻസ് ആക്ട് പ്രകാരം വരുന്നത്. ബാങ്ക് റെഗുലേഷൻസ് ആക്ട് പ്രകാരം 51% എന്തായിരിക്കണം? അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർമാർ എന്തായിരിക്കണം? ബാങ്കിങ്ങിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും, ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. പിന്നെ ബാങ്ക് കമ്പനിയുടെ നോൺ ബാങ്കിങ് അസറ്റുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ നോൺ ബാങ്കിങ് അസറ്റിൻ്റെ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ 7 years ആണ് അതിൻ്റെ കാലാവധി. അത് വേണമെങ്കിൽ RBIക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരു 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അതിന് മിനിമം നോർമൽ കാലാവധി എന്ന് ചോദിക്കുക വെച്ചാൽ 7 years എന്നാണ് കൊടുക്കുക. എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത് 5 year ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് ആണ്. ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു 1 year അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇനാക്റ്റീവ് അക്കൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബാങ്ക് അത് ഒരു ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ ഇനാക്റ്റീവ് അക്കൗണ്ട് ആവും. 2 വർഷം കഴിഞ്ഞാൽ എന്താവും? ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് ആവും. ഇനോപ്പറേറ്റീവ് അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഡോർമെൻറ്റ്. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഇനോപ്പറേറ്റീവ് ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ അക്കൗണ്ട് ഇനാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്യണം. അതുകൂടാതെ ഒരു അക്കൗണ്ട് 10 വർഷം ഒരു ട്രാൻസാക്ഷനും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? എനി ഡെപ്പോസിറ്റ് ഈസ് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് ആഫ്റ്റർ 10 years എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷണൽ അവയർനെസ് ഫണ്ട് എന്നുള്ള ഒരു ഫണ്ടിലേക്ക് മാറ്റും. ഗവൺമെൻറ് ഡിസാസ്റ്റർ ഫണ്ട് പോലെ ഒരു ഫണ്ടിലേക്കാണ്, ആ ഫണ്ടിലേക്കാണ് ഇവർ മാറുന്നത്. അത് 10 വർഷം കഴിഞ്ഞ് 3 months എന്ത് ചെയ്യും? ആ ഫണ്ട് അതിലേക്ക് മാറ്റും. പിന്നെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫോർ സെറ്റിംഗ് അപ്പ് എ ബാങ്ക് ഈസ് കാൾഡ് 500 crores. 500 കോടിയെങ്കിലും എന്ത് വേണം? മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബാങ്കിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. BR ആക്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ അണ്ടർ സെക്ഷൻ BR ആക്ടിലുള്ളത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം കൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഇതിലുള്ളത്. ഇത്രയും പോയിൻറ്റ്സാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പോയിൻറ്റ്സുകളൊക്കെ ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ 100% നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓരോ സെക്ഷൻസും അതിൻ്റെ കണ്ടൻറ്റുകളും നോക്കുക, പഠിക്കുക, നോട്ട് എഴുതുക. പിന്നെ ഈ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻസുകൾ ഇടുക. ഇതൊരു മോട്ടിവേഷനാണ് നമുക്ക് വീഡിയോ ഇടാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു.